ഇൽമിനോടുള്ള മഹബത്ത് കൊണ്ടാണ്, നന്മ കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് പടച്ചവനെ ടിവിയൊക്കെ മാറ്റി വെച്ചിട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഈ പാപങ്ങൾ കാത്തിരിക്കുന്നത്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സമ്മാനം പറഞ്ഞു തരാ, ഒരു നന്മ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ? ഈ പറയുന്ന ഒരേ ഒരായത്തോതാര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു തരാ. ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റുമോ? ആ 1 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല. 5 മിനിറ്റ് വേണ്ട, ഒരേ 1 മിനിറ്റ് മതി പെങ്ങള്. 1 മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ. ഈ ആയത്ത് നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തിയ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല. ഓതാമെന്ന് തീരുമാനിക്ക്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ? മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അതാ കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലും പിടിച്ചു വെച്ച് കൊടുക്കുമല്ലോ. ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ. അവസാന സമയത്ത് പറയണ്ടേ, അല്ലാഹു തന്ന നാവ് കൊണ്ട്, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? അത് നിസ്സാര കാര്യമല്ല. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കടേ. കാരണം എന്തെന്നറിയുമോ? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ, നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ, നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാൻ ശൈത്താൻ വിളിച്ചു പറയുന്നു, മക്കളെ പോകണോ, സിറാജിന്റെ അവസാന സമയമാണ്, സിറാജിന്റെ അവസാന സമയമാണ്. പടച്ചവനെ അല്ലാഹുവേ, ശൈത്താൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവന്റെ അവസാന സമയമാണ്. ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല. ഇനി അവന്റെ അവസാനത്തെ ചാൻസ് ആണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കുമോ? ഇബ്ലീസ് കടന്നു വരികയാണ്. എങ്ങനെയെങ്കിലും പിഴപ്പിക്കാൻ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യില് വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്ന് സ്നേഹത്തോടെ പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, പറഞ്ഞ നരകത്തിലാ, പറഞ്ഞ നരകത്തിലാ. അതുകൊണ്ടാണ് പടച്ചവര് അതാ ബദരീങ്ങളുടെ ബൈത്ത് പാടുന്നവരുണ്ടല്ലോ, മജ്ലിസിനോട് പാരായണം ചെയ്യുമല്ലോ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലീനവനാട്ടുവാർ ബദരീങ്ങളാൽ തുണ റബ്ബനാ. പടച്ചവനെ, ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് അവന്റെ ചതിയില്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ
ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നിനക്ക് തന്ന ജീവിതത്തിലെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 1 മിനിറ്റ് നിനക്ക് മാറ്റിവെച്ച ഖുർആനിലെ ഈ ആയത്തും നോദാ, ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യാൻ 1 നിമിഷം നിനക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞ നിന്റെ അവസാനം അല്ലാഹു നന്നാക്കുമുപ്പാ. ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. ഇത് നിസാരമായി കാണല്ലേ. ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നിന്റെ മരണസമയത്ത് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ, കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ. ഓതും ഉസ്താദ്, മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ മുടങ്ങാതെ ഓതുമെന്ന് തീരുമാനിക്കുന്നവര് ഈ ആയത്ത് പാരായണം ചെയ്താ ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അവര് കടന്നു വരികയാ, അവര് സമാധാനിപ്പിക്കുകയാ, അവര് സമാധാനിപ്പിക്കുകയാ. റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുന്നു. വേദന സഹിക്കുന്നില്ല, നീ കിടന്ന് പിടയുകയാണ്, നീ കിടന്ന് നിലവിളിക്കുകയാണ്. ആ മലക്കുകൾ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനോടുള്ള മഹബ്ബത്ത് കാരണം പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്യുന്നവര് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? മലക്ക് പറയുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ സിറാജ് സ്റ്റേജിലെ കയറ്റിയിരുത്തിയിട്ട് വലിയവനാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ, എങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയുകയാ. എപ്പോഴെന്നറിയോ? എപ്പോഴെന്നറിയോ? അല്ലാഹുവേ, മരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്യുന്ന വാപ്പാ, നിന്നോട് മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേ, വിഷമിക്കല്ലേ, എന്തിനാ കരയുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത്? ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ, പേടിക്കല്ലേ.
കരയല്ലേ, ദുഃഖിക്കല്ലേ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ? റബ്ബിന്റെ സ്വർഗം കാണണോ? ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ? കോടാരി കോടി രൂപ കൊടുത്താൽ നിനക്ക് വാങ്ങാൻ കഴിയാത്ത റബ്ബേന്റെ സമ്പാദ്യം മുഴുവനും നിനക്ക് തരാമല്ലാ. എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ സ്വർഗം ഞാനും നിങ്ങളും ചോദിക്കുന്ന സ്വർഗം മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കും നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ആ സ്വർഗം കാണണോ വാപ്പാ? എന്റെ ചെറുപ്പക്കാരാ, എടാ മരിക്കുമ്പോ സ്വർഗം കാണണോടാ മോനെ. അല്ലാഹുവിന്റെ സ്വർഗം ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ. വഅബ്ശിറൂ ഫിൽ ജന്നാ. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇതാണടാ അല്ലാഹുവിന്റെ സ്വർഗം, ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം. ഇതല്ലേ നീ ചോദിച്ചത്, ഇതല്ലേ നീ ചോദിച്ചത്. ഇതാണ് മുത്തുനബി തുറക്കുന്ന സ്വർഗം. കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാ. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം തരണേ അല്ലോ, അങ്ങനെ ഒരു മരണം തരണേ അല്ലോ. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ള പറയുകയാ, ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്ത അവർക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന 3 പ്രതിഫലം. ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന പ്രതിഫലം, ഒന്ന്, അവൻ മരിക്കുന്ന സമയം ഈമാനോടുകൂടി മരിക്കും. ശൈത്താന് തട്ടിപ്പറിക്കാൻ പറ്റൂല, അവന്റെ ഈമാൻ നഷ്ടപ്പെടൂല, അവൻ കുഫറിൽ പെട്ടുപോകൂല, ഈമാനുള്ള മരണം കിട്ടും. 2, മലക്കുകൾ സ്വാഗതം അരുളുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ 11 ആയതുകൊണ്ടാണ് ഒരു പിണക്കം. എന്തായാലും നാളെ ലോക്ക്ഡൗൺ അല്ലേ, ഇൻഷാ അല്ലാഹ് 11:30 വരെ ഇരിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇരുന്നൂടെ ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഈ ആയത്ത് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന 3 പ്രതിഫലം. 1, ഈമാനുള്ള മരണം കിട്ടും. അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. 2, നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും. അതാണ് അൽഹംദുലില്ലാ. മലക്കുകൾ, ഖുർആൻ പറയുന്നുണ്ട്, മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും, നീ ആരാ? ഞാൻ നിന്റെ കൂട്ടുകാരൻ. അല്ല പറഞ്ഞതാ, സിറാജ് പറഞ്ഞതല്ല. അല്ല പറയാ, മലക്കുകൾ പറയും, നിന്റെ കൂട്ടുകാരനാ, ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരൻ ഇല്ലേ? ആ മലക്ക് പറയും, നീ എന്തിനാ പേടിക്കണേ, എന്തിനാ വിഷമിക്കണം, ഇങ്ങോട്ട് നോക്കണ്ട. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നു. ഇത് കണ്ട പട്ടുവസ്ത്രം നിന്റെ റൂഹ് പൊതിയാൻ, നിന്റെ ആത്മാവ് പൊതിയാനായി പട്ടുവസ്ത്രം. എന്തിനാ പേടിക്കണേ? സ്വർഗം കാണണോ? സ്വർഗം നിനക്ക് വേണോ? അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത്? ഇന്നാ കണ്ടോ എന്ന സ്വർഗം കാണിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു, പക്ഷെ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി മരിച്ചു കഴിഞ്ഞാലോ? ഇത് ദുനിയാവിൽ കിട്ടുന്നത്, ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്നത്. ഇനി മരിച്ചു കഴിഞ്ഞാലോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്താൽ മരണത്തിന് ശേഷം അല്ലാഹു തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞു ദുആ ചെയ്യാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണപ്പെട്ടു, സ്വർഗം കണ്ടു, ഈമാനോടുകൂടി മലക്കുകളെ സമാധാനിപ്പിച്ചു. അതാ മരണപ്പെട്ട് കഴിഞ്ഞു. പിന്നെ കുടുംബക്കാര് മുഴുവനും ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ. മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഈ പായിപ്പാട് പള്ളിയുടെ ഈ മദ്രസയ്ക്കകത്തിരിക്കുന്ന മയ്യത്ത് കട്ടില് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ. എല്ലാവരും നിന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചോ. എന്നിട്ട് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞോ. മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ മലർത്തി കിടത്തി. എന്നിട്ട് 6 പേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ഇവിടുന്ന് താഴെ ഒരുക്കിയിട്ടിരിക്കുന്ന ലക്ഷങ്ങൾ വേണ്ട, ഇന്റർലോക്ക് വേണ്ട, കരണ്ട് വേണ്ട, ബെഡ് വേണ്ട, AC വേണ്ട. ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ. റസൂലുള്ള പറഞ്ഞില്ലേ, ഒന്നാമത്തെ മനുഷ്യന് 7 ചുവട്ടടി വെച്ച് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് മുൻകറും വനകീർ 2 മലക്കുകൾ കടന്നു വരികയാ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഭയാനകമായ അവസ്ഥയാണല്ലോ. ഖബറിന്റെ അകത്ത് കടന്നു വന്നിട്ട് 2 മലക്കുകളും ചോദിക്കുകയാ, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. പടച്ചവനെ, ഖബറിന്റെ അകത്ത് ചോദ്യം ചെയ്യുമല്ലോ. ഖബറിന്റെ അകത്ത് ചോദ്യമുണ്ടല്ലോ. എത്ര പഠിച്ചു വെച്ചാലും മറന്നു പോകുമല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖബറിലെ ചോദ്യം ഉത്തരം അറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഖബറിലെ ചോദ്യം ഉത്തരം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? റബ്ബി അല്ലാഹ്. ആരാടാ നിന്റെ റബ്ബ്? ആര്? നിന്റെ ദീനേതാ? നിന്റെ കിതാബ് ഏതാ? നിന്റെ കിബില ഏതാ? ഇത് ആരാടാ ചങ്ങാതി? ഇങ്ങനെ 5 ചോദ്യങ്ങൾ ഖബറിലുണ്ട്. ഉത്തരം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും. പക്ഷെ അവിടെ പോകുമ്പോൾ നിന്റെ നാവ് പൊങ്ങൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഖുർആനിലെ ഈ ആയത്ത് നീ അങ്ങോട്ട് നിത്യമാക്കിയ അവിടെ ചെല്ലുമ്പോഴും നിന്റെ തലയ്ക്കകത്ത് ഓർമ്മയുണ്ടാകുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോ പടപടാന്ന് ഇങ്ങോട്ട് മറുപടി, ഒരു പേടിയുമില്ലാതെ ആ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മശക്തി അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിനക്കതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മശക്തി റബ്ബ് തരികയാണ്. എന്നിട്ടോ അല്ലാഹുവേ, ആ ഖബറിന്റെ ഒരു ഭയവും നിനക്ക് വേണ്ട, അതിനകത്ത് ഒരു പേടിയും നിനക്ക് വേണ്ട. ഖബറിന്റെ അകത്ത് തീയാണോ? ഖബർ ഞെരിക്കുമല്ലോ. ഖബർ ചെറുതാണല്ലോ. ഖബറിലെ വെളിച്ചമില്ലല്ലോ. ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ സരിബ സുറബാ ഇല്ലാ വഹുവ യബ്ഖി വയദ്രിബു അലാ സദരി. മോനെ, ഖബറിന്റെ അവസ്ഥ നിനക്കറിയില്ലല്ലോ. എന്തൊരു ഭയാനകമാണ്. അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്റെയും നിങ്ങളുടെയും
അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, ഖബറിന്റെ അദാബിനെ തൊട്ട് നീ പേടിക്കണ്ട, ഖബറിന്റെ അദാബിനെ പേടിക്കണ്ട, ഖബറിന്റെ അദാബിനെ നീ പേടിക്കണ്ട, അതിനകത്തുള്ള ഭയാനകതയെ കുറിച്ച് പേടിക്കണ്ട. മൂന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അല്ലാഹുവേ കാണണോ, മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ടവനാണ്, മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് കൊതി തീർന്നില്ലല്ലോ. അത് കണ്ടിട്ട് മരിച്ചവനല്ലേ, അത് കണ്ടിട്ട് മരിച്ചവനല്ലേ, അതൊരു വട്ടമല്ലേ കണ്ടുള്ളൂ, അതൊരു വട്ടമണ്ടല്ലേ കണ്ടുള്ളൂ. എന്നാൽ ഇനി കാണണോ, അല്ലാ കാലിന്റെ ഭാഗത്ത് തുറക്കുകയോ, സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാ. കാണു മനുഷ്യ, രാവിലെയും വൈകിട്ടും കണ്ടോ, രാവിലെയും വൈകിട്ടും സ്വർഗം കാണാ. പടച്ച റബ്ബേ, നിന്റെ മണ്ണറ മണിയറയാക്കുകയാ, നിന്റെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. എന്തിന്റെ പേരില്? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന്റെ പേരില് പറയാൻ കഴിയുമോ ഈ പ്രതിഫലം കിട്ടത്തില്ലെന്ന് പറയാൻ കഴിയുമോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോഴാണ് 6 അടി മണ്ണ് പ്രകാശിക്കുന്നത്, 6 അടി മണ്ണ് പ്രകാശിക്കുന്നത്. സൂറത്തുൽ മുൽക്ക് ഓതുമ്പോഴാ നബിയല്ലേ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാസിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. ആ ഖുർആനിന്റെ മഹത്വം അറിയുമോ? നമ്മളിൽ പലർക്കും അത് തിരിയില്ല, അത് നിസാരമാണ്. പള്ളിയിൽ അലമാരിക്കകത്ത് അടുക്കി വെക്കുന്ന ഏതോ ഒരു പുസ്തകം വീടിന്റെ അലമാരിയുടെ മുകളില്, ടിവിയുടെ അടിയില് പൊടിയടച്ചിരിക്കുന്ന പുസ്തകം നിനക്കറിയില്ലടാ, അതിന്റെ വില നിനക്കറിയില്ല, അതിന്റെ മഹത്വം നിനക്കറിയില്ല. അതെങ്ങാടെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയതെങ്കിൽ പേടിച്ചു ഭസ്മമാകി പോകുമായിരുന്നു, അത് മുഴുവനും പൊടിഞ്ഞു പോകുമായിരുന്നു. ആ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിന്റെ കവാടം നിന്റെ ഖബറിന്റെ അകത്ത് തുറക്കുകയാ. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു പ്രതിഫലം തരണേ അല്ലാ. നാലാമത്തെ പ്രതിഫലം കേട്ടോ, ഓതുവോ ചെറുപ്പക്കാരാ, ഓതുവോ പൊന്നുമോനെ. പുതുവർഷ പുലരിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സിറാജ് ഉസ്താദ്, നിങ്ങളുടെ വയത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പറയും, ഉസ്താദേ നിങ്ങൾ ദിക്ർ പറയുമ്പോ, നിങ്ങളുടെ സൂറത്തുകൾ പറഞ്ഞു തരുമ്പോ, പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ വല്ലാത്ത വിഷമം തോന്നുമെന്ന് പറയുന്ന പെങ്ങള്, ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന, ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര്, എന്റെ ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവന് പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ഒരറ്റായത്ത് നിനക്ക് ഓതാൻ പറ്റുമോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ പാവങ്ങൾ അല്ലാഹു പൊറുക്കുകയാ, പാവങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. പടച്ചവരെ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. അതുകൊണ്ട് റബ്ബേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള വഴിയാ. ഒരു വർഷക്കാലം ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്ന ഒരായത്താ. നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ, നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ. ഒരേ ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. നരകത്തിന്റെ മുകളിലൂടെ പടച്ച റബ്ബ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ. അതിലൂടെ പോകണോ, അതിലൂടെ പോകണോ? ഈ ആയത്ത് നിത്യമാക്കിയാൽ, ഈ ഖുർആൻ
ഖുർആനിലെ ഈ ആയത്താര് നിത്യമാക്കുന്നുണ്ടോ അവന് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താ, അവന് സിറാത്ത് കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താ. അല്ലാഹുവേ ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ഉസ്താദേ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇന്ന് വരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ധിക്കരിക്കാതെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാ. എനിക്ക് ഈമാനുള്ള മരണം വേണം, എനിക്ക് നരകം പേടിയാ, എനിക്ക് ഖബർ പേടിയാ, എനിക്ക് മഹ്ശറ പേടിയാ, എനിക്ക് മീസാൻ പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ, എനിക്ക് നരകം പേടിയാ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണമല്ലാ. അതുകൊണ്ട് സിറാജ് ഉസ്താദ് എന്തു മറന്നാലും ഈ ആയത്ത് മറക്കൂല, ഈ ആയത്ത് ഓതുമെന്ന് തീരുമാനിക്ക്. അല്ലാഹുവേ ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ അല്ലാ, ഈ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ. പടച്ചവരെ മരിക്കുന്ന കാലം വരെ ഈ ആയത്ത് മറക്കാതെ ഓതാൻ ഭാഗ്യം തരണേ റബ്ബേ, ഭാഗ്യം തരണേ അല്ലാ. ഈ ആയത്ത് പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഇനി പറ ഇൻഷാ അല്ലാഹ്. ഈ പ്രതിഫലം കേട്ടിട്ട് ഇനി ഓതാൻ മനസ്സില്ലെങ്കിൽ ഓതണ്ട. അതന്നെ ഇത്രയും പ്രതിഫലം ദുനിയാവിൽ കിട്ടുന്ന 3 പ്രതിഫലം എന്താ പറ? സുബ്ഹാനല്ലാഹ്. ഞാൻ കിടന്ന് ഈ തൊണ്ട പൊട്ടിയത് വെറുതെ ആയി പോയപ്പോ പറ മനുഷ്യ. ദുനിയാവിൽ കിട്ടുന്ന 3 പ്രതിഫലം: ഈമാനുള്ള മരണം, 2 മലക്കുകൾ വന്നിട്ട് നിന്നെ സമാധാനിക്കും, പെണ്ണുമ്പിള്ളേ മക്കളൊന്നും വേണ്ട, പേടിക്കണ്ടപ്പാ പേടിക്കണ്ട. പെണ്ണുമ്പിള്ള പറഞ്ഞാ ഓ കരച്ചില്, നീ പുറത്തു പോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഭാര്യയോട് പറഞ്ഞു, നീ പുറത്തു പോ. പെണ്ണുമ്പിള്ളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടല്ല പൊരുത്തപ്പെട്ടില്ലേ? അൽഹംദുലില്ലാഹ് പൊരുത്തപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പോവാ, അസ്സലാമു അലൈക്കും. നീ വീടിന് വെളിയിറങ്ങി, നീ റൂമിന് വെളിയിലിറങ്ങ്. ഇപ്പൊ വരും എൻ്റെ കൂട്ടുകാർ, എൻ്റെ അതിഥികൾ വരും, എന്നെ കൊണ്ടുപോകാൻ ഇറങ്ങ്. ഭാര്യയെ വീടിന് വെളിയിലിറക്കി. ആരാ വന്നത്? അള്ളാന്റെ മലക്കുകൾ. അവര് സമാധാനിപ്പിക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. 3 എന്തിനാടാ പേടിക്കണേ? സഹിക്കാൻ പറ്റണില്ലേ മരണവേദന? നിനക്ക് സ്വർഗം കാണണം, നിനക്ക് സ്വർഗം കാണണം. ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞ് മലക്കുകൾ കാണിച്ചു തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊണ്ട് ഖബറിൽ വെച്ചു. മലക്കുകൾ വരും, ചോദ്യം ചോദിക്കും. നല്ല ഓർമ്മശക്തിയാ. ആരാ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന്? ആരാ പറഞ്ഞത് ഓർമ്മയില്ലെന്ന്? പഠിച്ചവനെ 10ാം ക്ലാസ്സിൽ 10A+ കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. നല്ല ഓർമ്മയാ. ഏതുറക്കത്തിൽ ചോദിച്ചാൽ ഖബറിൽ വരുന്ന മലക്കുകൾ ചോദിക്കുമ്പോൾ പട്ടാന്ന് കിട്ടും മറുപടി പറയാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖബറിനകത്ത് കൊണ്ടുവച്ച അവിടെ ആനയുണ്ട്, തേളുണ്ട്, ചേമ്പുണ്ടെന്ന് പറഞ്ഞ് നീ പേടിക്കണോ? കോയി ഫായിദാനേ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ നീ പേടിക്കുന്നത്? യാതൊരു ഭയവും വേണ്ട. പഠിച്ചവരെ, അതിനകത്ത് നിനക്ക് സുഖവാസം. ഖബറിൻ്റെ അകത്തെ കാര്യത്തെക്കുറിച്ച് നീ പേടിക്കണ്ട. സ്വർഗ്ഗം ഒരു വട്ടമല്ലേ കണ്ടുള്ളൂ, ഇനി എല്ലാ ദിവസവും കാണണോ? കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കാണിച്ചു തരും. അൽഹംദുലില്ലാഹ്, കണ്ടുകൊണ്ട് കിടക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ മാത്രമേ സ്വർഗമെന്ന് പറയുന്ന തറവാട്ടി പോകാൻ പറ്റൂ. ഷോർട്ട് വഴിയൊന്നുമില്ല, അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിലൂടെ കയറി സ്വർഗത്തിലെത്താം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്താ ഇൻഷാ അല്ലാഹ്? സൂറത്തു ഇബ്രാഹിം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്താണ് സൂറത്തു ഇബ്രാഹിം. ഞാൻ ആദ്യം ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യം ഓതിയ ആയത്ത്. പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട്. മയ്യത്ത് ഖബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖുർആൻ സൂറത്തു ഇബ്രാഹിം എൻ്റെ 26-ാമത്തെയോ 27-ാമത്തെയോ ആയത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു
بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. ഈ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത. അത് പരിപൂർണമായി ഓതണമെന്നല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖബറിലൊക്കെ പോയി നിൽക്കുമ്പോൾ കേൾക്കാം. പരിശുദ്ധമായ ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഇതാ അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറച്ചു നിർത്തും. അതാ പറഞ്ഞതിനർത്ഥം. അപ്പൊ ഈ ആയത്ത് ഇത് പരിപൂർണമായി ഓതാൻ പറ്റുന്നവരങ്ങനെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. വാക്കി കൂടെ ഓതുമ്പോൾ ആയത്ത് പൂർത്തിയാകും. അല്ലെങ്കിൽ ഇത്രയെങ്കിൽ ഇത്ര. ഈ ആയത്ത് ആരാണോ ജീവിതത്തിൽ നിത്യമാക്കുന്നത് അവന് മരിക്കുന്നതിന് മുമ്പ് 3 പ്രതിഫലം, മരിച്ചതിന് ശേഷം 5 പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ റബ്ബേ നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോടെന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഗഫൂറായ അല്ലാ, റഹീമായ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റബ്ബേ, ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തവരാണ് റബ്ബേ. അല്ലാഹുവേ, കടലിൻ്റെ തിരമാലകളോളം പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവരാണല്ലോ അല്ലാ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ. ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണല്ലാ. ആട്ടി ഓടിക്കല്ലേ അല്ലാ, പായിച്ച് കളയല്ലേ അല്ലാ, കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ലാ. ഞങ്ങൾ എവിടെ പോകാനാ തമ്പുരാനെ? നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ, നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ലാ. ഈ ലോകത്തിന്റെ അധിപം നീയല്ലേ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ലാ. യാചിക്കുന്നവനെ നീ ഓടിക്കല്ല റബ്ബേ. യാചനയെ നീ സ്വീകരിക്കണേ അല്ലാ, യാചനയെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിലും പലരും മണ്ണിനടിയിലാണ് റബ്ബേ, മണ്ണിലടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. ഖബറിൽ കടന്നവര് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. പടച്ചവരെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പ്രായം ചെന്നവരാണ് റഹ്മാനെ, രോഗികളാണ് റഹ്മാനെ, തൊലിയൊക്കെ ചുളുങ്ങിയവരാണ് റഹ്മാനെ, നൂന്ന് നിൽക്കാൻ കഴിയാത്തവരാണ് റഹ്മാനെ. വീടിൻ്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ, അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ, അവരെ നീ അറുത്തു മുറിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ. അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. പുറത്തു പറയാൻ മടിക്കുന്ന രോഗമുള്ളവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരക രോഗമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ
അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവരെ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നീ കെടുത്തല്ല റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നീ കെടുത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. എല്ലാരും ഞങ്ങളും മരിക്കാം ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. കുത്തുവാക്കും പരിഹാസവും കേൾക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവരെ, എപ്പോ എവിടെ വെച്ചാടും മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാ. പടച്ചവരെ, ഈ വാറുള്ള ഒരു മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. ശൈത്താന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. നല്ല മരണത്തിന്റെ അടയാളങ്ങൾ ഞങ്ങളുടെ മുഖത്ത് നീ തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. നന്മ ചെയ്തു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാക്കല്ല റബ്ബേ. നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. കള്ളുകുടിയന്മാരാക്കല്ല അല്ലാ. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ല അല്ലാ. മാതാപിതാക്കളെ തല്ലുന്ന മക്കളാക്കല്ലേ അല്ലാ. നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ പെമ്മക്കളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ പെമ്മക്കളെ നീ കാക്കണേ റബ്ബേ. അവരുടെ വിവാഹം നടത്തി കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആഹുവേ, പടച്ചവനെ, ഈ ദുആയ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടിൻ്റെ വിളക്കുകളാണ് റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. നന്ദിയില്ലാത്തവരാക്കല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന ഒരാളെ പോലും നീ മറക്കല്ല റബ്ബേ. പടച്ചവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് ഈ മജ്‌ലിസിൽ വന്നിരുന്ന പാവങ്ങളാ അല്ലാ. വഅദ് കേൾക്കാൻ വന്നതല്ല പടച്ചവരെ. ഈ ദുആ പ്രതീക്ഷിച്ചു വന്നവരാണ് റബ്ബേ. ഗുളിക കഴിക്കുന്ന പാവങ്ങളുണ്ട് റഹ്മാനെ. നീ കൈവിടല്ലേ പടച്ചവരെ. നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളൊക്കെ മാറ്റണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, മണിക്കൂറുകളായി പടച്ചവരെ എവിടെയൊക്കെയോ ഇരുന്ന് മൊബൈൽ കയ്യിൽ പിടിച്ച് കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മ പെങ്ങന്മാരുണ്ട് റഹ്മാനെ. എൻ്റെ കൂടപ്പുറപ്പുകളുണ്ട് റഹ്മാനെ. ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. അവരെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. ക്യാൻസർ രോഗം കൊടുക്കല്ലേ അല്ലാ. കിഡ്നി തകർത്തു കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, നീ അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ മുറ്റത്ത് അവരെയും ഞങ്ങളെയും നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ഈ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരാളെയും നീ മറക്കല്ല തമ്പുരാനെ. ഒരുപാട് മോഹത്തോട് ആഗ്രഹത്തോട് ഒരുപാട് പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ തന്ന ദുആ സ്വീകരിക്കുമെന്ന് കരുതിയിട്ട് തന്ന പാവങ്ങളാ അല്ലാ. അവരെ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ.
അവരെ വെറും കയ്യോടെ മടക്കല്ല അല്ലാ. നിന്നെ പ്രതീക്ഷ വെച്ച് വന്നവരാണ് റഹ്മാനെ, രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ മാറ്റണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നീ കൊടുക്കണേ അല്ലാ. വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. മക്കളില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട് റബ്ബേ, നീ കരുണ കാണിക്കണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാര് കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട് റഹ്മാനെ. നിസ്കരിക്കുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാ. നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ. ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുടുംബത്തിന് എല്ലാവിധ കാവലും നൽകണേ അല്ലാ. പടച്ചവനെ, അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾ നീ അവരെ കാത്തുകൊള്ളണേ റഹ്മാനെ. അവർക്ക് അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട് റബ്ബേ. ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ഒരു വഴി തുറക്കണേ അല്ലാ. അവരുടെ സഹായം കൊടുക്കണേ അല്ലാ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ പ്രഭാഷണം ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ ദഅവത്തിന്റെ അമല് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. കൈവിടല്ലേ അല്ലാ. മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ ക്ലാസ് കേൾക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ചായ കൊടുക്കുന്നവർ, അവർക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് ഇത് കാരണമാക്കണേ അല്ലാ. ബർക്കത്തിന് കാരണമാക്കണേ അല്ലാ. സ്വർഗം കിട്ടാൻ കാരണമാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ പള്ളിയുടെ വാർപ്പ് നീ എളുപ്പത്തിലാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ നീ തന്നെ എത്തിക്കണേ അല്ലാ. ഒരു തടസ്സവും വരുത്തല്ലേ അല്ലാ. വഴിമുട്ടിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിക്ക് റബ്ബേ അല്ലാഹുവേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, നിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഈ പള്ളിയിൽ മുടങ്ങാതെ നടത്താൻ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഒരുപാട് പേര് ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നുണ്ട് റബ്ബേ. അവരുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബറ് വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ മുൻ പ്രസിഡന്റ് റബ്ബേ, ഖബറിനകത്താണ് റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി താങ്ങും തണലുമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് റാസി, അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം തരല്ലേ അല്ലാ. റോഡിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കുന്ന ഒരു മരണം തരല്ലേ അല്ലാ.
അല്ലാഹുവേ, ഇന്നൊരു വീട്ടിലേക്ക് കടന്നു പോയപ്പോ ആ മാതാപിതാക്കൾ വളരെ പ്രയാസത്തോടു കൂടി ഒരാഗ്രഹം പറഞ്ഞു, റബ്ബേ പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, പൊന്നുമോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, കുഞ്ഞിന്റെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാ, അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ഒരു സദക്ക നൽകാമെന്ന് നിയ്യത്ത് ചെയ്തു. റബ്ബേ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരെയും നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ, കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളൊക്കെ വാപ്പയില്ലാതാക്കല്ല റബ്ബേ, ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല റബ്ബേ, ഞങ്ങളുടെ ഭാര്യയെ നീ ഒറ്റയ്ക്കാക്കല്ലേ അല്ലാ, വിധവയാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് നീ പരീക്ഷിക്കല്ല റബ്ബേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് മാരക രോഗം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗം നീ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ് റഹ്മാനെ, ഖബർ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയുടെ ഉപ്പയുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, അവരുടെ കുടുംബക്കാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ അല്ലാ. അവളെ നീ സ്വാലിഹത്താക്കണേ തമ്പുരാനെ. എൻ്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, അനുസരണയുള്ള മക്കളാക്കണേ പടച്ചവരെ. ഈ ശബ്ദം നീ നിലനിർത്തണേ റഹ്മാനെ. അഹങ്കാരം തരല്ലേ അല്ലാ, അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. നീ കൈവിടല്ലേ റഹ്മാനെ, നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നീ നാണം കെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ, ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, നീ എല്ലാ ഖൈറിലാക്കണേ അല്ലാ. ഈ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. ഇത് അവസാനത്തെ ദുആക്കല്ലേ അല്ലാ, ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ, ഇത് അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു അടുത്ത വെള്ളിയാഴ്ച രാത്രിയിലെ ക്ലാസ്സിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ നാഥാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ.